ഹലോ ആനിമേറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻഡ് മേരർ. ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അതായത് മൈൻഡ് മേരറിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്റർഫേസിനെ കുറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് വൈറ്റ് ഇന്റർഫേസ് ആണ്, നമുക്കൊരു ബ്ലാക്ക് ഇന്റർഫേസിലോട്ട് മാറ്റാം. ഓക്കെ, അതിന് വേണ്ടി സെറ്റിങ്സിൽ പോവാ. ഈ ഒരു സെറ്റിങ്സ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസിന്റെ ഇപ്പുറത്തായിട്ടാണ് കിടക്കുന്നത്. അത് ഇവിടെ കുറച്ച് സാധനം കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാധനം ഇങ്ങനെ സെറ്റിങ്സിൽ ഞെക്കിയിട്ട് ഫസ്റ്റ് ഇവിടെ കൊണ്ടങ്ങ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ എപ്പോൾ ഇത് ക്ലോസ് ചെയ്താലും എപ്പോൾ നിങ്ങൾ ഇത് തുറക്കുന്നോ ഇവിടെ ആയിട്ട് ചാടി വരില്ല. ഇവിടെ ആയിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് കിട്ടും. സെറ്റിങ്സ് എടുക്കുക, അതിൻ്റെ അകത്ത് ഇന്റർഫേസിൽ പോവുക. എന്നിട്ട് ഈ ഒരു ഇന്റർഫേസ് കുറച്ച് ഡാർക്കർ ആക്കാം. എനിക്ക് വേണ്ടത്രയും ഡാർക്കർ ആക്കാം. ഞാനൊരു ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് വൈറ്റ് ആക്കാം. എന്നിട്ട് ടിപ്സ് ഉള്ളത് ടിപ്സ് ഓക്കെയാണ്. ഓക്കെ. ഇനി ബട്ടൺസ് വരുന്നത്, ബട്ടൺസ് മൊത്തത്തിൽ അങ്ങ് ബ്ലാക്ക് ആക്കാൻ പാടില്ല. പക്ഷെ കുറച്ച് രീതിയിലുള്ളൊരു ബ്ലാക്ക്, ഒരു വൈറ്റിഷ് ബ്ലാക്ക് കളറ്, ഒരു ഗ്രേ കളർ കൊടുക്കുക. എന്നിട്ട് ബട്ടൺസ് ടെക്സ്റ്റ് വൈറ്റ് കളറ്, ബോക്സസ് ബ്ലാക്ക് കളറ്. ഓക്കെ, ബോക്സ് ടെക്സ്റ്റ് വൈറ്റ് കളറ്. ബട്ടൺസ് കുറച്ചും കൂടെ ആ ഒരു നല്ല ബ്ലാക്ക് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, നല്ല ബ്ലാക്ക് ആയിക്കോട്ടെ. ബട്ടൺസ് നല്ല ബ്ലാക്ക് ആയിക്കോട്ടെ. ബോക്സസും ബ്ലാക്ക്. ഹൈലൈറ്റ്സ് ഒരു ഗ്രേയിഷ് ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ കാണുന്ന ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ മാറ്റി കഴിയുമ്പോഴേക്ക് ശരി, ഇപ്പോൾ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെന്നിട്ട് ഇത് കാണുമ്പോഴത്തേക്കും കണ്ട് ഇവിടെ ആ ഒരു സോംബി എന്നുള്ളത് ഈ നമുക്ക് മണ്ടേ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ അത് മണ്ടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടു ഇവിടെ ഇപ്പോൾ സോംബിയാണ്. നമ്മളിതിങ്ങനെ ഒരു ഗ്രേയിഷ് കളർ അല്ല ഒരു യെല്ലോ ആണ്, ഗ്രേയിഷ് കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗ്രേ കളർ വരുന്നതായിരിക്കും. ചുമ്മാ ക്രിയേറ്റ് ചെയ്തിട്ട് ഓക്കെ, അതൊക്കെ. ഇനി ഹൈലൈറ്റ് ടെക്സ്റ്റ് വൈറ്റ് ആണ്. അലേർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും കൺട്രോൾസ് സേവ് പ്രൊജക്റ്റ് എന്നാണ്. ഇപ്പോൾ സേവ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മഞ്ഞ ഐക്കണാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ട ബ്ലാക്ക് ഐക്കൺ വിത്ത് വൈറ്റ് ടെക്സ്റ്റ്. ഇപ്പോൾ വരുമ്പോഴത്തേക്കും അത് എന്നാ ഒരു എന്താ പറയാ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് വരുന്നത്. ഇപ്പൊ ടൈം ലൈൻ മാർക്കേഴ്സ് ഉണ്ട്. ടൈം ലൈൻ മാർക്കേഴ്സിൽ ജസ്റ്റ് വൈറ്റ് ഒരു വെള്ള ഈ സാധനം അതിനെ കുറച്ച് നമുക്ക് ഈ രീതിയിൽ ടൈം ലൈൻ സെലക്ഷൻ വരുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ ആനിമേഷനിലൊക്കെ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന സാധനം. ഇപ്പൊ ഞാൻ സ്റ്റീവൻ സെലക്ട് ചെയ്ത് വൈറ്റ് കളറാണ്. ഫ്രെയിംസ് ഓഫ് ദ സ്റ്റീവ്സ് ഒക്കെ പറഞ്ഞ് ഇവിടെയും കിടക്കായിരുന്നു. വേണ്ട, അതിപ്പോൾ അവിടെ കൊണ്ട് ഇടുക. ഇവിടെ ഇടാം, ടൈം ലൈൻ്റെ ഇവിടെ ആയിട്ട്. കുറച്ചും കൂടെ ഒരു സ്കെയിലുണ്ട്. ഇതെന്താ അതിപ്പോൾ എങ്ങനെ ക്ലിയർ? ഓക്കെ, ഞാൻ താഴോട്ടായിട്ട് ഇട്ടതന്നേ ഉള്ളൂ ഈ ഒരു സ്റ്റീവിനെ സെലക്ട് ചെയ്യുന്ന സംഭവം. ഓക്കെ, അടുത്തത് ഈ ഒരു സ്റ്റീവിനെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ആദ്യം ഇവിടെ കിടക്കണ്ട. ഇവിടെ തന്നെ കിടന്നോട്ടെ, ഇവിടെ തന്നെ കിടന്നോട്ടെ. നമുക്ക് കുറച്ചും കൂടെ ഒരു ഹാൻഡി ആയിരിക്കും യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ രീതിയിലാക്കി എടുക്കാം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഈ സ്റ്റീവിനെ സെലക്ട് ചെയ്യുമ്പോൾ സമയം ഈ ഒരു സെറ്റിങ്സിൽ അല്ല ഞാൻ ഇപ്പോൾ എന്ത് പറഞ്ഞോണ്ട് ഈ ഒരു സെറ്റിങ്സിൽ ഇന്റർഫേസിൽ ഇന്റർഫേസിൽ ഈ വ്യൂ പോർട്ട് സെലക്ഷൻ ഉണ്ടോ, ഇത് നമുക്ക് ഈ സ്റ്റീവിന്റെ സെലക്ട് ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ഗ്രേ ആക്കാം, റെഡ് ആക്കാം, വൈറ്റ് ആക്കാം, ബ്ലാക്ക് ആക്കാം, നീലയാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ വെള്ള തന്നെയാണ് ആക്കുന്നത്. അടുത്തത് നമ്മളിപ്പോൾ എന്തെങ്കിലും മാറ്റുവാണെങ്കിൽ നമ്മുടെ അതിന്റെ ഡിഫാൾട്ട് പൊസിഷനിലോട്ട് വരണമെങ്കിൽ ഈ റീസെറ്റ് ഞെക്കിയാൽ മതി കേട്ടോ. ടിപ്സ്
ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ചെയ്ത് ഒന്നും ഇഷ്ടപ്പെടില്ല, റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ റീസെറ്റ് ആയിക്കണമെങ്കിൽ ഒന്നിക്കാൻ മതി. നിൽക്കുവാണെങ്കിൽ ജസ്റ്റ് റീസെറ്റ് ആവും, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഇന്റർഫേസ് ക്ലോസ് ചെയ്യാം. യെസ്, ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇനി അടുത്തായിട്ട് വരുന്ന ഈ മണ്ടക്കത്തെ ബട്ടൺസ് എല്ലാം നമുക്കൊന്ന് നോക്കാം. അടുത്തായിട്ട് ആദ്യം തന്നെ വരുന്നതാണ് ഒരു പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് സേവ് ചെയ്യാന്ന് ചോദിക്കും. നമുക്ക് സാധാ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ, ഇല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ട് Ctrl+N കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. Ctrl+N. അടുത്തായിട്ട് വരുവാണ് ഇതിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐക്കൺ, അതാണ് ഇമ്പോർട്ട് അസറ്റ് ഐക്കൺ, ഇല്ലെങ്കിൽ ഇതാ ഈ ഒരു ഐക്കൺ. ഇതിന് വേണ്ടിയിട്ട് Ctrl+I അടിച്ചാൽ മതി. ഷോർട്ട് കട്ട് ആയിട്ട് നമുക്കൊരു ഫയൽ മാനേജർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് നേരത്തെ ഇമ്പോർട്ട് ചെയ്ത് വെച്ച റിഗ്സോ ഇല്ലെങ്കിൽ നമ്മുടെ കീ ഫ്രെയിമോ, ഞാൻ തന്നേക്കുന്ന ആ ഒരു ബോക്സ് സൈക്കിളിന്റെ കീ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. വെയിറ്റ് മിനിറ്റ്, ഇതെന്താ ഈ ടൈം ലൈൻ ഇങ്ങനെ ടൈം ലൈൻ ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റ്. ഓക്കെ, ഓക്കെ, അതങ്ങനെയാണ്. അടുത്തായിട്ട് വരുന്നതാണ് നമുക്ക് ഒരു ഒരു ഓപ്പൺ, അതായത് വേറെ ഒരു ഇപ്പൊ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന വേറെ പ്രൊജക്റ്റിലേക്ക് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് കൊടുക്കാം, ഈ ഒരു സെക്ഷൻ കൊടുക്കാം, ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ Ctrl+O വെക്കാം. നമ്മൾ ചെയ്ത് വെച്ച എല്ലാ പ്രൊജക്റ്റും നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് അടുത്താണ് സേവ്. ഇത് നമ്മൾ Ctrl+S എന്നുപോലെ തന്നെ സേവ് ആയിക്കോളും. അടുത്തായിട്ട് വരുന്നതാണ് സേവ് ആസ്ന്ന്. അതായത് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനെ നമ്മൾ കോപ്പി എടുത്തിട്ട് ഒന്നും കൂടെ സേവ് ചെയ്യും, അത്രേ ഉള്ളൂ. അതും ഇല്ലെങ്കിൽ Shift+Ctrl+S ആണെന്ന് തോന്നുന്നല്ലേ, അതിന് കോപ്പി ചെയ്ത് ഷോർട്ട് കട്ടും കാര്യങ്ങളൊന്നുമില്ല, അതിൽ തന്നെ നിൽക്കണം. അടുത്തായിട്ട് വരുന്നതാണ് റെൻഡർ ആനിമേഷൻ. ഇപ്പൊ ഞാൻ എന്താ ഇതിന് എൻ്റെ ഒരു ഈ ഒരു ഇമ്പോർട്ട് അസറ്റിൽ ഇല്ലെങ്കിൽ Ctrl+I ഞെക്കിയിട്ട് എൻ്റെ ആ ഒരു വോക്ക് സൈക്കിൾ ഇമ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെ, വോക്ക് സൈക്കിൾ ഇമ്പോർട്ട് ചെയ്യാണ്. ഇത് നമുക്കിത് ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന മൂവ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന മൂവും ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കൺട്രോൾസിനെ പറ്റി സംസാരിക്കുന്ന എൻ്റെ ഈ ഒരു അതിന് കൊണ്ടിൽ വരുന്ന ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഇതാണ് ഒരു സ്റ്റീവ്. പിന്നെ ഈ ഒരു സ്റ്റീവിനെ വോക്ക് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് ഒരു ക്യാമറ വെച്ചിട്ട് ജസ്റ്റ് ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, ഫൈൻ. ഈ ക്യാമറേനെ പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് ക്യാമറ സൈക്കോളജി എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അത് ഇവിടെ ആയിട്ട് ഐക്കണിൽ വരും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഒരു ക്യാമറ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഐക്കണിൽ ഞെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഫോർമാറ്റിംഗ് ആണല്ലോ ചോദിക്കും. ആദ്യത്തെയാണ് വീഡിയോ ASIC വരണമെന്ന്. അടുത്തത് ഫോർമാറ്റ് നമുക്ക് MOV ഉണ്ട്, MWV ഉണ്ട്, PNG ഫോർമാറ്റ് ഉണ്ട്. ഞാൻ MP4 ആണ് ചൂസ് ചെയ്യുന്നത്. വീഡിയോ ക്വാളിറ്റി ഹൈ ഉണ്ട്, ബെസ്റ്റ് ഉണ്ട്, മീഡിയം ഉണ്ട്, ലോ ഉണ്ട്, വെരി ലോ ഉണ്ട്, കസ്റ്റം ഉണ്ട്. കസ്റ്റം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ മിക്കവാറും ഹൈയിലിട്ടാണ് എടുക്കാറ്. ഓക്കെ, ഫ്രെയിം റേറ്റ് ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേക വീഡിയോ ചെയ്യുന്നുണ്ട്, അത് കണ്ടാൽ മതി, മനസ്സിലാവും. ചെയ്തിട്ടില്ല, ചെയ്യാം. ഓക്കെ, ഇൻക്ലൂഡ് ഓഡിയോ. അഫ്കോഴ്സ് നമുക്ക് ഓഡിയോ വേണം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ഹിഡൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഹൈ ക്വാളിറ്റി റെൻഡറിങ് ഇതൊക്കെ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ജസ്റ്റ് അതും ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ ഡൗൺലോഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ആ ഒരു വോക്ക് സൈക്കിളിൽ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എസ്കേപ്പ് ഞെക്കി പിടിക്കാം, എന്നിട്ട് S കൊടുക്കുക. മൂവ് ചെയ്താ സേവ്ഡ് അത്രേ സേവ് ആയിട്ടുള്ളൂ, പിന്നെ വേറെ ഒന്നും സേവ് ആയിട്ടില്ല, മൊത്തത്തിൽ സേവ് ആയിട്ടില്ല. ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് ഈ ഒരു ഇമേജിന്റെ ഐക്കോണുള്ളത്. അത് ഞെക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ഒക്കെ ചോദിക്കും. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ
മറ്റേ പോലെ തന്നെ നമുക്കിപ്പോൾ ആ ഒരു ക്യാമറയിലുള്ള ആ ഒരു ഇമേജ് മാത്രം വെച്ച് വീഡിയോയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ അങ്ങനെയാണ് എൻ്റെ വാൾപേപ്പർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ അത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അടുത്തായിട്ട് വരുന്നതാണ് ക്യാമറ വ്യൂവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ക്യാമറ ഉണ്ടെന്ന് വിചാരിക്കുക. ക്യാമറ, എന്നിട്ട് ഈ ഒരു ക്യാമറ ഞാൻ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ക്യാമറേനെ ജസ്റ്റ്, ക്യാമറ അവിടെയാണ് നിൽക്കുന്നത്, ഇവിടെ നിന്നിട്ട് ക്യാമറ എന്നാ ചെയ്യുന്നതെന്ന് കാണണമെങ്കിൽ ജസ്റ്റ് ഇത് ഞെക്കാം. എന്നിട്ട് ക്യാമറയെ നമുക്ക് മൂവ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതാണ് അടുത്തത്. പിന്നെ വേറൊരു സംഭവമാണ് പ്ലെയിൻ വെച്ചിട്ടുള്ള സംഭവം. ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് സ്കീമാറ്റിക് ആഡ് ചെയ്യാം. സ്കീമാറ്റിക് എങ്ങനെ കാര്യങ്ങളൊക്കെ എന്നാ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പോൾ ഉള്ള ആ ഒരു സ്കീമാറ്റിക്കിൻ്റെ ആ ഒരു ഐ കോർണറിലുള്ള ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഫാക്ടറി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ഈ ഒരു സ്ഥലം എടുക്കുന്നു. എന്നിട്ട് ഇത് വെച്ചിട്ട് ഒരു ക്യാമറ ആഡ് ചെയ്യുന്നു. അവിടെ ഒരു ക്യാമറ ഇങ്ങനെ ആഡ് ചെയ്യുന്നു. അവിടെ ഈ ഒരു ക്യാമറയുണ്ട്. ഇനി അവിടുന്ന് പോവാം. എന്നിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും മാറിയിട്ട് നമുക്കൊരു ചെറിയൊരു പ്ലെയിനോ എന്തെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് പ്ലെയിൻ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഈ ടെക്സ്ചറിൽ ഇവിടെ ഒരു ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ക്യാമറ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുവാണെങ്കിൽ ആ ഒരു പ്ലെയിൻ വരുന്നിടത്ത് ലുക്ക് അറ്റ് ദിസ്, നമ്മുടെ ക്യാമറയിൽ എന്താണ് ഫോക്കസ് ആയിട്ടുള്ളത് അതായിരിക്കും ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ക്യാമറയിൽ മാറ്റാം. ഈ ഒരു ക്യാമറ ഞാൻ എങ്ങനെയൊക്കെ മൂവ് ചെയ്തോ അതുപോലെ തന്നെ ഇതിലും വരും. ഓക്കെ, അത് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ്. ഇപ്പോൾ ഫാക്ടറി അവിടെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ആ ക്യാമറ എന്താണോ ക്യാപ്ചർ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ഇതിലും കാണാൻ വേണ്ടി പോകുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ്. അടുത്ത വരുന്ന സെറ്റിങ്സ് ആണ്. പിന്നെ വരുന്നത് നമ്മൾ സംസാരിച്ച സെറ്റിങ്സ് തന്നെ. അടുത്തായിട്ട് വരുന്ന അൺഡു ബട്ടൺ, റീഡു ബട്ടൺ. അതായത് കൺട്രോൾ ഇസഡ് അടിച്ചാൽ അൺഡു, കൺട്രോൾ വൈ അടിച്ചാൽ റീഡു. ഓക്കെ, അതൊക്കെ എന്താണെന്ന് അറിയണം. ഓക്കെ, അടുത്താണ് പ്ലേ ബട്ടൺ, പോസ് ബട്ടൺ. പിന്നെ വരുന്നത് സ്റ്റോപ്പ് പ്ലേയിങ് ആനിമേഷൻ. അത് എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എവിടെയാണോ ജസ്റ്റ് പോസ്, അതവിടെ പോസ് ചെയ്ത് നിർത്തുവാണ്. ഇതാണെങ്കിൽ നമ്മൾ എവിടെയാണോ പോസ് ചെയ്ത് അവിടെ മറ്റേ റീസ്റ്റാർട്ട് ആവും. ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് റിപ്പീറ്റ് ആനിമേഷൻ, ലൂപ്പ് ആനിമേഷൻ. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ക്യാരക്ടറിനെ ആഡ് ചെയ്തു. എന്നിട്ട് കീ ഫ്രെയിംസ് ഇല്ല. എന്നിട്ട് ഞാനാണെങ്കിൽ ജസ്റ്റ് എൻ്റെ വർക്ക് സൈക്കിള് തിരിച്ച് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. എൻ്റെ വർക്ക് സൈക്കിൾ ഓക്കെ, വർക്ക് സൈക്കിൾ നല്ല സെറ്റാണ്. വർക്ക് സൈക്കിൾ ഓക്കെ, റെഡി. കൺട്രോൾ എസ്. എന്നിട്ട് നമുക്ക് ഈ ഇപ്പം എന്താ, നമുക്ക് ഈ ഇവിടം വരെ വന്നിട്ട് ഇത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത്രയും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് അതിന് ഈ ലൂപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമുക്കത് വേണമെങ്കിൽ വലിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കാം. ലൂപ്പ് ഐക്കൺ കിടക്കുവാണെങ്കിൽ മാത്രമേ, ലൂപ്പ് ഐക്കൺ ഓഫ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ദാറ്റ് അതങ്ങനെ തന്നെ പൊക്കോളും. പുറത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൊണ്ട് ബാക്ക് ആയിരിക്കുവാണെങ്കിൽ മാറിക്കോളും. അടുത്ത വരുന്നത് ഷോ ഹിഡൻ ആൻഡ് ഹാഫ് സെക്കൻഡ് മാർക്ക് ഓൺലൈനിൽ. അതായത് ഈ ഒരു ഇവിടെ ആയിട്ടുള്ള ഒരു സെക്കൻഡ്, അതായത് ഇവിടെ 0 തൊട്ട് ഈ ഒരു 12 വരെ വരുന്നത് ജസ്റ്റ് ഒരു സെക്കൻഡാണ്. അത്രയും ഫ്രെയിംസ് ഒരു സെക്കൻഡാണ്. ഒരു സെക്കൻഡാണത്. ആ ഒരു സെക്കൻഡ് കാണിക്കണോ വേണ്ടയോ എന്നുള്ളതാണത്.
അപ്പൊ അതാണ് ഈ ഒരു മണ്ടയ്ക്കത്തെ സെക്ഷൻ വരുന്നത്. ഓക്കെ, ഈ അടിയത്തെ സെക്ഷൻ വരാം. അടുത്തതിൽ ആദ്യം വരുന്നത് ഒരു എന്താ പറയാ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്ഥിതി നിൽക്കുകയാണെങ്കിൽ ഫോൾഡർ, ഈ ഫോൾഡറിനെ നമുക്ക് എന്താണ് നെയിം ചെയ്യാൻ പറ്റും. ലൈക്ക് ദാറ്റ്. ഓക്കെ, അടുത്ത ഇനി അല്ലെങ്കിൽ കൺട്രോൾ F അടിക്കുവാണെങ്കിൽ ഫോൾഡറിലേക്ക് വരും. അടുത്തതായിട്ടാണ് സ്റ്റീവിനെ നമുക്ക് എന്താണോ ഒബ്ജക്റ്റ് ഉള്ളത് അതിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും വിത്ത് അതേ കീ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെയാണ്. അതിനായുള്ള ഐ ലെവലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് നമുക്ക് ഈ ഒരു ഈ ഒരു സ്റ്റീവിനെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒബ്ജക്റ്റ് ആയിട്ട്. അതായത് എന്താ പറയുക, ഒരു ഒബ്ജക്റ്റ് ആയിട്ട്, അതായത് എൻ്റെ റിഗൊക്കെ ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് ഈ ഒരു വോക്ക് സൈക്കിളും. ഈ ഒരു വോക്ക് സൈക്കിൾ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വോക്ക് സൈക്കിൾ ഞാൻ ഈ ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ആയിട്ട് വന്നിട്ട് വേറൊരു കീ ഫ്രെയിം, എന്നിട്ട് ഈ ആദ്യത്തെ കീ ഫ്രെയിം വന്നിട്ട് വോക്ക് സൈക്കിൾ കൊടുത്തു, എന്നിട്ട് രണ്ടാമത്തെ കീ ഫ്രെയിം വന്നിട്ട് കുറച്ചും കൂടെ നീക്കി വെച്ചു. ഇതുപോലെ നമുക്ക് വോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എനിക്ക് തോന്നുന്നില്ല അത് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് പോയി കാണാവുന്നേ ഉള്ളൂ. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഒരു സ്റ്റീവിനെ ഇങ്ങനത്തെ രീതിയിലുണ്ട്. സെലക്ട് ഈ ഒരു ഫ്രെയിമിലുള്ള എല്ലാ കീ ഫ്രെയിം സെലക്ട് ആണ്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി, സ്റ്റീവിലുള്ള എല്ലാ കീ ഫ്രെയിം സെലക്ട് ആവും. പിന്നെ ഈ സ്റ്റീവിനെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റീവിനെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റീവിനെ നമുക്ക് തൊടാനേ പറ്റത്തില്ല. നമ്മൾ ഞെക്കിയാലും ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ആണ് ലോക്ക്. എന്നിട്ട് വേണം ഈ ഒരു ഹൈഡ്, സ്റ്റീവിനെ എൻ്റെയർലി നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാത്തിനും അതുപോലെയാണ്. ബോഡിക്ക് എടുക്കുവാണെങ്കിൽ ജസ്റ്റ് ബോഡിനെ മാത്രം ഹൈഡ് ചെയ്യാൻ പറ്റും. അതുമായിട്ട് പാരന്റ് ആയിട്ടുള്ള എല്ലാത്തിനും അതങ്ങ് കളയും. അതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റീവ് അവിടെ തന്നെ നടന്നോട്ടെ. ഇതുണ്ട് ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെ കള്ളി എന്ത് നല്ല ഈ വോക്ക് സൈക്കിൾ ആണോ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് വർക്ക് ബെഞ്ചിലോട്ട് പോവാം. വർക്ക് ബെഞ്ചിൽ ആദ്യം വരുന്ന ഈ ഒരു ഐക്കണാണ് ഒരു ക്യാരക്ടറൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. സോംബി ഉണ്ട്, സ്കെൽറ്റൺ ഉണ്ട്, ക്രീപ്പർ ഉണ്ട്, എല്ലാ മൈൻക്രാഫ്റ്റിലുള്ള മിക്ക ആനിമൽസും ഉണ്ട്. എല്ലാം ഉണ്ട്. അടുത്ത് ഹോഴ്സിന് മാത്രം കുറച്ച് ഹോഴ്സും പിന്നെ കുറേ ഓപ്ഷൻസ് ഉള്ളതിന് മാത്രം കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഹോഴ്സ്. ഓക്കെ, ഹോഴ്സ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ബട്ടൺ കാണാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ആകെപ്പാടെ ഒരു കാര്യം ചെയ്യാനുള്ളൂ, ഇതിനെ കുറച്ചങ്ങോട്ട് പൊക്കിയിട്ട് ഹോഴ്സിനെ എടുക്കുവാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിന് അത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇതിന് ഇത്രയും ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിന് നമുക്ക് ജസ്റ്റ് നോർമൽ ഇട്ടിട്ട് എടുക്കുവാണെങ്കിൽ അത് കാണാൻ പറ്റില്ല. ഓക്കെ, അതാണത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് നമ്മുടെ ഈ ഒരു സീനറി. ഞാൻ അപ്പുറത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി കണ്ടാൽ മതി. അടുത്തായിട്ടുള്ളത് ഐറ്റം. ഓക്കെ, അപ്പം ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഐറ്റം, നമുക്ക് മൈൻക്രാഫ്റ്റിലുള്ള മിക്ക ഐറ്റംസും ഉണ്ട്. ഐറ്റം നമുക്ക് ഇപ്പോൾ ഞാൻ ആണെങ്കിൽ എലൈറ്റർ എടുക്കുന്നു. എലൈറ്റർ ആണ് ഒരു ഡയമണ്ട് സോഡ് എടുക്കുന്നു. എന്നിട്ട് അതിനെ നമുക്ക് 3D ആക്കാൻ വേണ്ടി പറ്റും, ഫേസ് ക്യാം ആക്കാൻ പറ്റും. അതായത് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും അത് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ബൗൺസിങ് ആക്കാൻ പറ്റും, എപ്പോഴും ബൗൺസ് ആയിക്കൊണ്ടിരിക്കും. സ്പിന്നിങ് ആക്കാൻ പറ്റും, എപ്പോഴും അത് സ്പിൻ ആയിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെ ഇത് ക്രിയേറ്റ് കൊടുക്കുവാണെങ്കിൽ ജസ്റ്റ് ഇത് നമ്മുടെ ടൈം ലൈനിൽ വരും ചെയ്യും. അതാണ് ഐറ്റംസ്. അടുത്താണ് ബ്ലോക്സ്. സാധാ ബ്ലോക്സ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. സ്റ്റേജ് നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും കേട്ടോ. 0 ഉണ്ട്, ഒന്നുമില്ല. ഓക്കെ, മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആളാണെങ്കിൽ മനസ്സിലാവും. അടുത്താണ് സ്പെഷ്യൽ ബ്ലോക്സ്. ഈ ഇതിലുള്ള എല്ലാത്തിനെയും നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാത്തിനും നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ ചെസ്റ്റ് എടുക്കുവാണെങ്കിൽ
ഈ ഒരു ചെസ്റ്റിൻ്റെ ബോട്ടവും ടോപ്പ് നമുക്ക് തരയിച്ചിട്ടുണ്ട്. അത് ടോപ്പാണെങ്കിൽ നമുക്ക് ഈ ചെസ്റ്റ് തുറക്കുന്ന പോലെയൊക്കെ നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലെവറിൻ്റെ അകത്ത് ഈ ഒരു സ്റ്റോൺ ഉണ്ട്, ഹാൻഡിലും ഉണ്ട്. ഈ ഒരു ഹാൻഡിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫ്രെയിമിൽ ഇതാണെങ്കിൽ ഒരു 20 ഫ്രെയിം മാറിയിട്ട് ഹാൻഡിലിനെ അങ്ങോട്ടാക്കുവാണെങ്കിൽ ലൈക്ക് ദിസ് അങ്ങനെ മാറും. അടുത്തായിട്ട് വരുന്നതാണ് ഈ ഒരു പാർട്സ് മാത്രം. ഇപ്പം ഈ ഒരു സ്പൈഡറിൻ്റെ ഹെഡുണ്ട്, ഹ്യൂമൻ്റെ ഹെഡ് മാത്രമല്ല നമുക്ക് റൈറ്റ് ആം, ലെഫ്റ്റ് ആം, അങ്ങനെ കുറേ പാർട്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അടുത്തായിട്ട് വരുന്നതാണ് പാർട്ടിക്കിൾ സ്പോണേഴ്സ്. കുറേ സ്പോണേഴ്സ് ഉണ്ട്. ഡിഫാൾട്ട് സ്പോണർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഓരോന്നായിട്ട് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറച്ച് പാർട്ടിക്കിൾ സ്പോണേഴ്സ് ഞങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഹൈ ഫയർ, ഗ്രാസ് എക്സ്പ്ലോഷൻ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ പ്ലേ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം വേണം കേട്ടോ. ഇതുപോലെ മാറ്റാൻ വേണ്ടി പറ്റും. ഇത് ഭയങ്കര വലിയൊരു സബ്ജക്റ്റാണ്. അതായത് ഈ പാർട്ടിക്കിൾ സ്പോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എല്ലാം വേണ്ടിയിട്ട് ഞാൻ പ്രത്യേക ഒരു സാധനം ചെയ്യുന്നുണ്ട്. പക്ഷേ വേറൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. ഇതിനെ ജസ്റ്റ് ഇങ്ങനെ പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് സി ഞെക്കുവാണെങ്കിൽ ഇത് മൊത്തം ആവും, എസ് ഞെക്കുവാണെങ്കിൽ ഇത് ആക്ടിവേറ്റും ആവും. സി ഞെക്കുവാണെങ്കിൽ ഇത് മൊത്തം പോവും, എസ് ഞെക്കുവാണെങ്കിൽ ഇത് ആക്ടിവേറ്റ് ആവും. എസ് ഞെക്കുവാണെങ്കിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ ആക്ടിവേറ്റ് ആവും, സി ഞെക്കുവാണെങ്കിൽ എല്ലാം പോവും. ഓക്കെ, അതാണ് പാർട്ടിക്കിൾ സ്പോണർ. പെട്ടെന്നെല്ലാം ഞാൻ പറഞ്ഞു വിടുവാണ്. അടുത്താണ് സ്പോട്ട് ലൈറ്റ് അതെ, പോയിന്റ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും റെൻഡർ മോഡ് ഓൺ ആക്കുവാണെങ്കിൽ ജസ്റ്റ് ആ ഒരു പോയിന്റ് ലൈറ്റിന് എല്ലാ വശത്തേക്കും ജസ്റ്റ് റിഫ്രഷ് ചെയ്തിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും ഞാൻ ഇറക്കും. ബാക്ക്ഗ്രൗണ്ടിൽ ചെന്നിട്ട് ടൈം നൈറ്റ് ആക്കുവാണെങ്കിൽ കണ്ടോ ആ ഒരു ഇത് വെട്ടം അത് തരുന്നുണ്ട്, നോർമൽ പോലല്ല. അതാണ് സ്പോട്ട് ലൈറ്റ്. എല്ലാ സ്ഥലത്തോട്ടും സ്പ്രെഡ് ആയിട്ട് കൊടുക്കും. അടുത്തായിട്ടാണ് സ്പോട്ട് ലൈറ്റ് വരുന്നത്. ഈ സ്പോട്ട് ലൈറ്റ് അങ്ങനല്ല, സ്പോട്ട് ലൈറ്റ് എല്ലാ സ്ഥലത്തോട്ടും ഒന്നും കൊടുക്കത്തില്ല. ജസ്റ്റ് അത് ഫേസിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് അതിനോട്ട് മാത്രം അത് ലൈറ്റ് കൊടുക്കുന്നുള്ളൂ, അതിലേക്ക് മാത്രമേ ലൈറ്റ് കൊടുക്കത്തുള്ളൂ. അതാണ് സ്പോട്ട് ലൈറ്റ്. അടുത്തായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ടെക്സ്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള ഫോണിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. 3D ആക്കാം, ഫേസ് ക്യാം ആക്കാം, നമ്മുടെ നേരെ തന്നെ നോക്കിയിരിക്കുന്ന പോലെ. എന്നിട്ട് ഇത് ആഡ് ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ സിമ്പിൾ ടെക്സ്റ്റ് മാറ്റിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അടുത്തായിട്ട് വരുന്നതാണ് ക്യൂബ്. ഈ ഒരു ക്യൂബിനെ ക്യൂബ് അത്രേ ഉള്ളൂ. ഇനി ക്യൂബിനെ നമുക്കിനി ഒരു ലൈബ്രറിയിൽ പോയിട്ട് നമുക്ക് ആ ക്യൂബിനെ ഇൻവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും അതിൻ്റെ അകംവശം കാണാൻ പറ്റും. അപ്പം അകത്ത് കയറിയിട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഇൻവേർട്ടഡ് അത് നമ്മുടെ റിഗ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ആ ഒരു സംഭവം. ഓക്കെ, ഞാൻ ഇനി ഈ ഒരു ഭാഗം മാത്രം കവർ ചെയ്തിട്ട് പാർട്ടായിട്ടായിരിക്കും ഇത് ഇടാൻ വേണ്ടി പോകുന്നത്. അഫ്കോഴ്സ് ഇനി ഇത് അതുപോലെ തന്നെ എല്ലാ ഷേപ്പും എല്ലാം ഒന്നും നോക്കുന്നില്ല. ഈ മാപ്പ് ടെക്സ്ചർ കൊടുക്കുവാണെങ്കിൽ ടെക്സ്ചർ നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. അടുത്താണ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഫ്രെയിമിൽ ഇതും ഈ ഒരു അടുത്ത ഫ്രെയിമിലേക്ക് വന്നിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെന്ന് ഇതിങ്ങനെ ഇതും ക്ലൗഡ് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ നേരാൻ പോകുന്നത് കണ്ടോ, അതുപോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ടൈം ലൈൻ. അടുത്തായിട്ട് വരുന്നതാണ് മ്യൂസിക്സ്. ഇത് ഓഡിയോ ട്രാക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ ട്രാക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ നെയിം ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലുമായിട്ടൊക്കെ പാരന്റ് ചെയ്യാൻ പറ്റും. ആഡ് സൗണ്ട് കൊടുക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള സൗണ്ട്, അത് MP3 ഏതെങ്കിലും അങ്ങനത്തെ MP3 ഞാൻ പറയാം, MP3 വേവോ OGG FLAC വാമയോ WMA M4A ഇങ്ങനൊക്കെ ആയിരിക്കും വായിക്കുന്നത്. ഇത് ഈ പറഞ്ഞ ഏതെങ്കിലും ആയിരിക്കണം ഈ ഒരു ട്രാക്ക് വേണ്ടത്.
എനിക്കിഷ്ടമുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും കൺവെർട്ടർ കയറ്റി കൺവേർട്ട് ചെയ്യാന്നേ ഉള്ളൂ. അടുത്തായിട്ടാണ് മോഡൽ ബെഞ്ച്. മോഡൽ ബെഞ്ചിനെ കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. നിമി ഉണ്ടാക്കിയതിൽ വെച്ച്, നിമി എന്ന് പറഞ്ഞ ഡെവലപ്പറാണ് ഈ മൈൻമേറ്ററിന്റെ. നിമി ഉണ്ടാക്കിയതിൽ വെച്ച് ബെസ്റ്റ് ഒരു ടൂളാണ് മൈൻമേറ്ററിനെ പോലെ ബെസ്റ്റ് പവർഫുൾ ടൂളാണ് നമ്മുടെ ഈ ഒരു മോഡൽ ബെഞ്ച് എന്ന് പറഞ്ഞാൽ. മോഡൽ ബെഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ മോഡൽ ബെഞ്ചിന് വേണ്ടി മാത്രം ഞാൻ വീഡിയോ ഇറക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. അത് നല്ലൊരു വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അതാണ് ആ ഒരു പഴുത്ത് വരുന്നത്. എനിക്കൊന്ന് വീഡിയോ ഭയങ്കര ലോങ് ആയിരുന്നു. അപ്പം ഇനി അടുത്തായിട്ട് ഞാൻ നാളെ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നാളെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജസ്റ്റ് ഇത് മൊത്തം ഞാൻ കവർ ചെയ്യാൻ നോക്കാം. ഈ ഒരു ഇത് മൊത്തം കവർ ചെയ്യാം. വേറെ സംഭവം ഞാൻ ജസ്റ്റ് ഇത്രയും കൂടെ ഒന്ന് കവർ ചെയ്ത് വിട്ടേക്കാം. ഓക്കെ, അതായത് ഈ ഒരു സംഭവം ഈ സ്റ്റീവിനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റൊട്ടേഷനും കാര്യങ്ങളൊക്കെ പോകും. അതല്ല, ഈ ഒരു സാധനം ക്ലോസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏതാണോ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നത് അത് മാത്രം അവിടെ നിന്ന് മാഞ്ഞു പോകും. ഓക്കെ, അടുത്തായിട്ട് വരുന്നതാണ് നമ്മുടെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ. ടോഗിൾ ലൈറ്റിംഗ് ആൻഡ് ഫോഗ്. ഇപ്പൊ ഫോഗിലാണ് കിടക്കുന്നത്, ഇപ്പൊ ഫോഗ് മാറി. അടുത്തായിട്ടാണെങ്കിൽ സ്പോണേഴ്സിനെ കാണാൻ പറ്റുമോ കാണാൻ പറ്റത്തില്ല സംഭവങ്ങളൊക്കെയാണ്. അതായിട്ട് വരുന്ന ഗ്രിഡാണ്. നമ്മൾ ഇതൊക്കെ ഞാൻ വാൾപേപ്പറിൽ റെൻഡർ ചെയ്യുമ്പോഴത്തേക്കും ഇത് നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഇത് നമ്മൾ എങ്ങനെയാണോ ക്യാമറയിൽ, അതായത് റെൻഡർ ചെയ്യുമ്പോഴത്തേക്കും കാണുക, അതും ഇതുപോലെ. ഇതിപ്പോ ഇങ്ങനെ കാണാനല്ല, ജസ്റ്റ് ഒരു ക്യാമറ ഓപ്പൺ ചെയ്തിടുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കും നമ്മളല്ലാതെ നിൽക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ആനിമേറ്റ് ചെയ്യുക. പക്ഷെ ഇതിട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും ആനിമേറ്റ് ചെയ്യാൻ. ബിക്കോസ് എങ്ങനെയാണ് നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ കാണുക അതുപോലെ ആയിരിക്കും നമ്മൾ കാണേണ്ടത്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.